നമസ്കാരം. ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC HSC നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പാർട്ട് ബി മൊഡ്യൂൾ 3 സെൽ ബയോളജിയിലെ ടൈപ്സ് ഓഫ് സെൽസ്, പ്രൊക്കാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് സെൽസ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽ ബയോളജി, അതിന്റെ ഡെവലപ്മെന്റ്, സ്കോപ്പ് മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ സെൽ തിയറിയെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സെൽസിനെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു കോശം അഥവാ സെല്ല് എന്ന് പറയുന്നത് ജീവന്റെ അടിസ്ഥാന ഘടകമാണെന്ന് കണ്ടു അല്ലെ. എല്ലാ ജീവജാലങ്ങളും കോശം എന്ന ഘടനാപരവും പ്രവർത്തനപരവുമായ ഒരേ അടിസ്ഥാന യൂണിറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോശം അഥവാ സെൽ എന്ന വാക്കിന്റെ ഉത്ഭവം ലാറ്റിനിൽ നിന്നാണ്. അതിന്റെ അർത്ഥം ചെറിയ മുറി എന്നാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സ്മോൾ ചേമ്പേഴ്സ് എന്നറിയപ്പെടുന്ന മീനിങ് വരുന്ന സെൽ എന്നുള്ള വാക്കാണ് ആദ്യം കണ്ട കോശങ്ങളെ ഡിനോട്ട് ചെയ്യാനായിട്ട് റോബർട്ട് ഹുക്ക് യൂസ് ചെയ്തത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. 1665 ഒരു ഇംഗ്ലീഷ് പ്രകൃതി തത്വചിന്തകനായ റോബർട്ട് ഹുക്കാണ് കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത്. ചില ജീവികളുടെ ശരീരം ഒരേ ഒരു കോശത്താൽ നിർമ്മിതമാണ്. അങ്ങനെയുള്ള ജീവികളെ നമ്മൾ ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരേ ഒരു കോശത്താൽ നിർമ്മിതമായ ജീവികളെ എന്ത് വിളിക്കും? ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് വിളിക്കുക. മറ്റു ചില ജീവികളുടെ ശരീരം ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതമാണ്. അവയെ നമ്മൾ ബഹുകോശ ജീവികൾ അഥവാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് വിളിക്കുന്നത്. ഈ മലയാളം ടേംസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക കേട്ടോ. HSCക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സബ്ജക്ട് വരുന്നത് മലയാളത്തിലാണ്. അപ്പൊ അതുകൊണ്ട് മലയാളം വാക്കുകൾ പഠിച്ചിരിക്കുക. ചിലത് ഇംഗ്ലീഷിൽ തന്നെ തരും അവര്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലെ ടേംസ് തന്നെ മലയാളീകരിച്ച് തരും. പക്ഷെ കൂടുതലും മലയാളം വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ച് കണ്ടിരുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരരുതല്ലോ. അറിയാവുന്ന ഒരു ടോപ്പിക്ക് മലയാളം വാക്ക് അറിയാൻ പാടില്ലാത്തതിന്റെ പേരിൽ നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മലയാളം വാക്കുകൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസം, ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. 1937 ഫ്രഞ്ച് ജീവശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ചാറ്റൺ ആണ് പ്രൊക്കാരിയോട്ടിക് കോശങ്ങളുടെ യുക്കാരിയോട്ടിക് കോശങ്ങളെ കുറിച്ചുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത്. എഡ്വേർഡ് ചാറ്റൺ. ഓക്കെ, പ്രൊക്കാരിയോട്ടിക് യുക്കാരിയോട്ടിക് എന്നുള്ള ടേംസ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രഞ്ച് ജീവശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ചാറ്റൺ ആണ്. സ്ഥലത്താൽ പൊതിഞ്ഞ മർമ്മമുള്ള കോശങ്ങളെ യൂക്കാരിയോട്ടുകൾ എന്നും സ്ഥലത്താൽ പൊതിഞ്ഞ മർമ്മം ഇല്ലാത്ത കോശങ്ങളെ പ്രൊക്കാരിയോട്ടുകൾ എന്നും വിളിക്കുന്നു. അപ്പോ ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെൽ മെംബ്രെയിൻ കൊണ്ടിട്ട് പൊതിഞ്ഞിട്ടുള്ള ഒരു ന്യൂക്ലിയസ് മർമ്മം ഉള്ള കോശങ്ങളെയാണ് യൂക്കാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. അതേപോലെ ഒരു സെൽ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടില്ലാത്ത ന്യൂക്ലിയസ് അങ്ങനെ സെൽ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഒരു ന്യൂക്ലിയസ് കാണപ്പെടാത്ത കോശങ്ങളെയാണ് പ്രൊക്കാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. പ്രൊക്കാരിയോട്ടിക് കോശത്തില് സ്തരാവരണമുള്ള മർമ്മമോ മറ്റ് കോശാംഗങ്ങളോ കാണപ്പെടുന്നില്ല. എന്നാൽ യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ സ്തരാവരണമുള്ള മർമ്മവും മറ്റു കോശാംഗങ്ങളും കാണപ്പെടുന്നു. അപ്പൊ ഈ പ്രൊക്കാരിയോട്ടിക് സെല്ല് നോക്കിക്കഴിഞ്ഞാല് ന്യൂക്ലിയസും ബാക്കിയുള്ള ഇങ്ങനെ മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗാനിസും ഒന്നും കാണപ്പെടുന്നില്ല. അതേസമയം യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ ന്യൂക്ലിയസും അതുപോലെ തന്നെ മറ്റുള്ള സെൽ ഓർഗനൽസും മൈറ്റോകോൺട്രിയ, അതുപോലെ തന്നെ ഗോൾഗി അപ്പാരറ്റസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തുടങ്ങി ലൈസോസോംസ് തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് സെൽ ഓർഗനൽസ്, കോശാംഗങ്ങൾ അല്ലെങ്കിൽ കോശ അവയവങ്ങൾ എങ്ങനെ കാണപ്പെടും? സൈറ്റോപ്ലാസത്തിനുള്ളിൽ കാണപ്പെടും. ഇതിനൊക്കെ സ്ഥലങ്ങൾ കൊണ്ട് പൊതിഞ്ഞവയായിരിക്കും ഇതെല്ലാം. അപ്പോ പ്രൊക്കാരിയോട്ടിക് കോശങ്ങളിൽ അങ്ങനെയുള്ളതൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഇരു കോശങ്ങളിലും, അതായത് പ്രൊക്കാരിയോട്ടിക് കോശത്തിലും യുക്കാരിയോട്ടിക് കോശത്തിലും കാണുന്ന സ്തരാവരണമില്ലാത്തൊരു കോശാംഗമാണ് റൈബോസം. റൈബോസം എന്നുള്ളത് സ്തരാവരണമില്ലാത്തൊരു കോശാംഗമാണ്. അത് പ്രൊക്കാരിയോട്ടിക് സെല്ലിലാകട്ടെ യുക്കാരിയോട്ടിക് സെല്ലിലാകട്ടെ രണ്ടിലാണെങ്കിലും റൈബോസോമിന് സ്തരാവരണം ഇല്ലാത്ത കോശാംഗമാണ്. ജന്തുകോശങ്ങളില് സ്തരാവരണമില്ലാത്ത മറ്റൊരു കോശാംഗം കാണപ്പെടുന്നുണ്ട്. അതാണ് സെൻട്രോസോം. ഓക്കെ, അപ്പൊ ഇതൊക്കെ പോയിന്റുകൾ ഓർത്തു വെച്ചേക്കുക കേട്ടോ. നമുക്കിനി പ്രൊക്കാരിയോട്ടിക് കോശത്തിന്റെ ഘടന ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. പ്രൊക്കാരിയോട്ടിക് എന്ന പദം ഗ്രീക്ക് പദമായ പ്രോ, അത് അർത്ഥം എന്താ വരിക? മുൻപ്. കാരിയോൺ
കേർണൽ അഥവാ നട്ട് എന്നുള്ള അർത്ഥം വരുന്നതാണ്. ഈ രണ്ട് വാക്കുകളിൽ നിന്ന്, ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് പ്രൊകാരിയോട്ട് എന്ന ടേം ഉണ്ടായത്. ഇത് ന്യൂക്ലിയസുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ബിഫോർ ന്യൂക്ലിയസ് എന്നുള്ള ഒരു ടേം ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ പ്രൊകാരിയോട്ട് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ന്യൂക്ലിയസുകൾക്ക് മുമ്പ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഫോസിൽ രേഖകൾ അനുസരിച്ച് ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൂമിയിലെ ജീവജാലങ്ങളുടെ ഏറ്റവും പുരാതനമായ ഗ്രൂപ്പുകളിൽ ഒന്നാണ് പ്രൊകാരിയോട്ടുകൾ. ഭൂമിയുടെ പുരാതന പരിതസ്ഥിതിയിൽ ഈ പ്രൊകാരിയോട്ടുകളിൽ ചിലത് രാസ ഊർജ്ജം ഉപയോഗിച്ചും മറ്റു ചിലത് സൂര്യന്റെ ഊർജ്ജം ഉപയോഗിച്ചും തഴച്ചു വളർന്നു. അപ്പോ ഏറ്റവും പുരാതനമായിട്ടുള്ള ജീവിവർഗങ്ങളാണ് പ്രൊകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ഇതില് ഈ പ്രൊകാരിയോട്ടുകളിൽ ചിലത് കീമോസിന്തസിസ് വെച്ച്, അതായത് ചില രാസ പദാർത്ഥങ്ങളുടെ വിഘടനം വഴിയാണ് അവര് എനർജി ഡിറൈവ് ചെയ്ത് തുടങ്ങിയത്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഊർജം അവര് ഉൽപ്പാദിപ്പിക്കുന്നത് രാസപദാർത്ഥങ്ങളിൽ നിന്നാണ്. അതാണ് കീമോസിന്തസിസ് എന്ന് പറയുന്നത്. പക്ഷെ ചില പ്രൊകാരിയോട്ടുകള് ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഉള്ള, അതായത് പ്രകാശ സംശ്ലേഷണത്തിന് കപ്പാസിറ്റി ഉള്ളവരായിരുന്നു, അതിനുള്ള ശേഷിയുള്ളവരായിരുന്നു. അതായത് അവരിൽ ചില പിഗ്മെന്റുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് അവർ സൂര്യന്റെ ഊർജ്ജം ഉപയോഗിച്ച് സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് അവര് ഫോട്ടോസിന്തസിസ് നടത്തുകയും ഈ രണ്ടു കൂട്ടരും തഴച്ചു വളർന്നു. അപ്പൊ പ്രൊകാരിയോട്ടിക് സെൽസ് കീമോസിന്തറ്റിക് സെൽസും ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് സെൽസും ഉണ്ട്. ഈ ജീവികൾ യൂക്കാരിയോട്ടുകൾക്ക് കാരണമായതായി ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. അതായത് ശാസ്ത്രജ്ഞർ പറയുന്നത് പ്രൊകാരിയോട്ടുകളിൽ നിന്നാണ് യൂക്കാരിയോട്ടുകൾ ഉണ്ടായി വന്നത് എന്നാണ്. പ്രൊകാരിയോട്ടിക് കോശങ്ങൾ യൂക്കാരിയോട്ടിക് കോശങ്ങളെക്കാൾ താരതമ്യേന ചെറുതും വളരെ ലളിതവും വേഗത്തിൽ വിഭജിക്കുന്നവയുമാണ്. പ്രൊകാരിയോട്ടിക് സെൽസിന്റെ പ്രത്യേകത എന്താണ്? When compared to eukaryotes, they are small and simple. വളരെ ചെറുതുമാണ്, ലളിതവുമാണ്. അതുപോലെ തന്നെ ഇവർ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും, വേഗത്തിൽ വിഭജിച്ച് എണ്ണം കൂടും. പ്രൊകാരിയോട്ടിക് കോശങ്ങളുടെ മറ്റൊരു സ്വഭാവമാണ് ന്യൂക്ലിയസ് പോലുള്ള മെമ്പറൈൻ ബന്ധിത കോശ അവയവങ്ങൾ അവയ്ക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഇനി ബൈനറി ഫിഷൻ പ്രക്രിയയിലൂടെയാണ് പുനരുൽപാദനം നടക്കുക. അവരുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുക? അസെക്ഷൽ ആയിട്ടുള്ള ഒരു റീപ്രൊഡക്ഷൻ ആണ്. ബൈനറി ഫിഷൻ വഴിയാണ് പ്രൊകാരിയോട്സില് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതായത് ഒരു പ്രൊകാരിയോട്ടിക് സെല്ലിന് ഒരു എക്സാമ്പിൾ ആണ്, ഒരു റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇവയ്ക്ക് നോക്കിക്കേ, ഇവയുടെ ശരീരത്തിന് പുറത്ത് ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു കവറിങ് ഉണ്ടാവും. ഓക്കെ, അതിനുള്ളിലായിട്ട് സെൽ വോൾ കാണപ്പെടും. അതിനുള്ളിലായിട്ടാണ് പ്ലാസ്മ മെമ്പറൈൻ കാണപ്പെടുക. അപ്പൊ ഇവിടെ ശരീരത്തെ പൊതിഞ്ഞുകൊണ്ട് സെൽ എൻവലപ്പ് എന്ന് പറയുന്ന കോശ ആവരണം എന്ന് പറയുന്ന ഒരു ഘടന നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തെല്ലാം ചേർന്നതാണ്? പുറത്ത് ഒരു ഗ്ലൈക്കോകാലിക്സ് ലെയർ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ടാകും. അതിന്റെ ഉള്ളിലായിട്ട് സെൽ വോൾ ഉണ്ടാകും, കോശഭിത്തി ഉണ്ടാകും, പിന്നെ അതിന്റെ ഏറ്റവും ഉള്ളിലായിട്ട് പ്ലാസ്മ മെമ്പറൈൻ ഉണ്ടാകും. ഇങ്ങനെ ഈ 3 ലെയറുകളും കൂടി ചേർന്നിട്ടാണ് സെൽ എൻവലപ്പ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ചില പ്രൊകാരിയോട്ടുകളില് ഈ ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്ന ഏറ്റവും പുറമേ കാണപ്പെടുന്ന ലെയർ ലൂസ് ആയിരിക്കും, അതായത് അയഞ്ഞതും അതുപോലെ തിന്നായിരിക്കും, വളരെ കനം കുറഞ്ഞതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ സ്ലൈഡ് ലെയർ എന്നാണ് പറയുക. അതേസമയം ചില പ്രൊകാരിയോട്ടുകളിൽ ഈ ഗ്ലൈക്കോകാലിക്സ് ലെയർ ടൈറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ തിക്കും ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഗ്ലൈക്കോകാലിക്സ് ലെയറിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഒരു പ്രൊകാരിയോട്ടിന്റെ സെല്ലിന് പുറത്ത് അതിനെ സംരക്ഷിച്ചുകൊണ്ട് കാണപ്പെടുന്ന സെൽ എൻവലപ്പ് എന്തൊക്കെ ചേരുന്നതാണ്? ഏറ്റവും പുറമെ ഒരു ഗ്ലൈക്കോകാലിക്സ് ലെയർ ഉണ്ടാകും, പിന്നെ അതിനുള്ളിൽ ഒരു സെൽ വാൾ ഉണ്ടാകും, പിന്നെ പ്ലാസ്മ മെമ്പറൈൻ ഉണ്ടാകും. ഇതിനുള്ളിലായിട്ടാണ് നമുക്ക് സൈറ്റോപ്ലാസം കാണാനായിട്ട് സാധിക്കുക. സൈറ്റോപ്ലാസത്തിൽ സ്കാറ്റർ ചെയ്ത രീതിയിലാണ് എന്ത് കാണുക? റൈബോസോംസ് കാണുക. അതുപോലെ തന്നെ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നമുക്ക് DNA, ക്രോമസോമൽ DNA കാണാൻ സാധിക്കുക. ഇത് കൂടാണ്ട് എക്സ്ട്രാ ക്രോമസോമൽ DNAയുടെ ഫ്രാഗ്മെന്റ്സ്, അതായത് ചില സർക്കുലർ ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സ് സൈറ്റോപ്ലാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അവയെ പ്ലാസ്മിഡുകൾ എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ ഇവയുടെ ശരീരത്തിൽ നിന്നും പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഫ്ലജെല്ലം, മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നീണ്ട ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ സാധിക്കും. അതിനെ ഫ്ലജെല്ലം എന്നാണ് പറയുക. ഈ ഫ്ലജെല്ലത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒരു ബേസൽ ബോഡി ഉണ്ടാകും, പിന്നെ ഒരു ഹുക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടാകും, പിന്നെ ശരീരത്തിന് പുറത്തേക്ക് കാണുന്ന ഫിലമെന്റ് എന്ന് പറയുന്ന നീണ്ട ഭാഗവും കാണാനായിട്ട് സാധിക്കും. ഈ ഫ്ലജെല്ല പോലെ അത്ര നീളമുള്ളതല്ലെങ്കിലും ചെറിയ പ്രൊട്രൂഷൻസ് ബോഡി വോളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ
പൈലസ് എന്നും ഫിംബ്രിയ എന്നും പറയുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള അതർ പ്രൊജക്ഷൻസ് കൂടി കാണാൻ സാധിക്കും. പിലി അഥവാ പൈലസ് എന്ന് പറയുന്ന, പിലി എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്, പൈലസ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആയിട്ട് വരുന്ന ടേം ആണ്. അപ്പൊ ഈ പൈലസ് എന്ന് പറയുന്നതും ഫിംബ്രിയ എന്ന് പറയുന്ന പ്രൊട്രൂഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഫിംബ്രിയെ അറ്റാച്ച്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പൈലസും അറ്റാച്ച്മെന്റിന് ഹെൽപ്പ് ചെയ്യുമെങ്കിലും അതിന്റെ മെയിൻ ഫംഗ്ഷൻ ഈ സെല്ല്, പ്രൊക്കാരിയോട്ടിക് സെല്ലിന്റെ റീപ്രൊഡക്ഷന്റെ സമയത്ത് കോൺജുഗേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുമ്പോൾ DNA മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ക്രോമസോമൽ മെറ്റീരിയൽ DNA ട്രാൻസ്ഫർ ചെയ്യുന്ന, ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്, അത് പ്രോട്ടീൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ട്യൂബ് പോലുള്ള സ്ട്രക്ചേഴ്സ് ആണ് പൈലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പൈലസും ഉണ്ട്, ഫിംബ്രിയും ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇത് പ്രൊക്കാരിയോട്ടിക് സെല്ലിന്റെ ഒരു സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാവുന്നത്. അപ്പൊ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഘടന, അതായത് സ്ട്രക്ചർ. പ്രൊക്കാരിയോട്ടുകൾക്ക് ശരീരം മുഴുവൻ പൊതിയുന്ന ഒരു കോശാവരണം ഉണ്ട്, സെൽ എൻവലപ്പ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് കേട്ടോ. ഈ ആവരണത്തിന് ദൃഢമായി തമ്മിൽ ചേർന്നിരിക്കുന്ന 3 പാളികളുണ്ട്. ഏറ്റവും പുറമെ ഗ്ലൈക്കോകാലിക്സ്, നടുക്ക് കോശഭിത്തി, ഏറ്റവും ഉള്ളിലായി കോശസ്തരം. അപ്പൊ കോശ ആവരണം അഥവാ സെൽ എൻവലപ്പ് എന്ന് പറയുന്നതിന് 3 ലെയേഴ്സ് ഉണ്ട്, 3 പാളികളുണ്ട്. ഏറ്റവും പുറമെ കാണുന്ന പാളിയെ ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയും, നടുക്കുള്ളതിനെ കോശഭിത്തി അഥവാ സെൽ വാൾ എന്ന് പറയും, ഏറ്റവും ഉള്ളിലായിട്ട് സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം കാണപ്പെടുന്നുണ്ട്. ഫാഗോസൈറ്റോസിസ് പ്രക്രിയയെ തടയുന്നതിന് ഇതൊരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. അതായത് ഈ സെൽ എൻവലപ്പ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഈ പ്രൊക്കാരിയോട്ട് എന്ന് പറയുന്നത് ബാക്ടീരിയകൾ ഒക്കെ ആണല്ലോ, ആർക്കിയകളും ബാക്ടീരിയകളുമാണ് പ്രൊക്കാരിയോട്സിൽ മെയിൻ ആയിട്ട് വരിക. അപ്പൊ ഇവയെ മറ്റ് യൂക്കാരിയോട്ടിക് സെല്ലുകൾ, അതായത് മാക്രോഫാറ്റസ് പോലുള്ള യൂക്കാരിയോട്ടിക് സെല്ലുകൾ വിഴുങ്ങുന്ന സമയത്ത്, എൻഗൾഫ് ചെയ്യുന്ന സമയത്ത് അതിനാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ മറ്റു സെല്ലുകളൊക്കെ ഇതിനെ വിഴുങ്ങുന്ന സമയത്ത് അതിനൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംരക്ഷണ കവചമായിട്ടാണ് ഈ സെൽ എൻവലപ്പ് വർക്ക് ചെയ്യുന്നത്. ഗ്ലൈക്കോകാലിക്സ് ഒരു അയഞ്ഞ ആവരണമായി കാണപ്പെടുന്നതിനെ സ്ലൈം പാളി എന്നും കനവും കടുപ്പവും ഉള്ളതായി കാണപ്പെടുന്നുവെങ്കിൽ അതിനെ ക്യാപ്സ്യൂൾ എന്നും പറയുന്നു. അപ്പൊ ഗ്ലൈക്കോകാലിക്സ് ലൂസ് ആയിട്ടുള്ള ഒരു കവറിംഗ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അത് സ്ലൈം ലെയർ എന്നാണ് അറിയപ്പെടുക. അതേസമയം തിക്കും അതുപോലെ തന്നെ ടഫും ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ക്യാപ്സ്യൂൾ എന്നും പറയുന്നു. സെൽ എൻവലപ്പ് 3 കവറിംഗ് ആണ് ഉള്ളത്. ഔട്ടർ കവറിംഗ് 3 ബേസിക് ലെയേഴ്സ്, ഗ്ലൈക്കോകാലിക്സ്, സെൽ വാൾ ആൻഡ് സെൽ മെംബ്രെയിൻ. അതായത് ക്യാപ്സ്യൂൾ ആയിട്ടാണ് കാണുക, ടൈറ്റ് ആയിട്ട് ഇതിലോട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുക. പിന്നെ അതിനുള്ളിൽ സെൽ വാൾ കാണപ്പെടുന്നുണ്ട്, ഏറ്റവും ഉള്ളിലായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു സ്ട്രക്ചർ മീസോസോം എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മെസോസോം എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. പിന്നെ ഫ്ലാജെല്ലം കാണാം, റൈബോസോംസ് സ്കാറ്റർ ചെയ്ത് കാണാം, DNA ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ DNA കാണാനായിട്ട് സാധിക്കും. ഗ്ലൈക്കോകാലിക്സിന് തൊട്ട് താഴെയായിട്ടാണ് കോശഭിത്തി സ്ഥിതി ചെയ്യുന്നത്. മൈക്രോപ്ലാസ്മയിൽ ഒഴികെ, അതായത് മൈക്രോപ്ലാസ്മയിൽ സെൽ വോള് കാണപ്പെടുന്നില്ല. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, നോട്ട് ചെയ്യുക കേട്ടോ, ഒരു പോയിന്റ് ആണ് അത്, നോട്ട് ചെയ്യുക. അതായത് എല്ലാ പ്രൊക്കാരിയോട്ടിലും സെൽ വോള് കാണപ്പെടുന്നുണ്ട് എക്സെപ്റ്റ് ഇൻ മൈക്രോപ്ലാസ്മ. മൈക്രോപ്ലാസ്മയിൽ മാത്രം സെൽ വോള് കാണപ്പെടുകയില്ല. ഇത് കോശത്തിന് ശക്തിയും കാഠിന്യവും നൽകുന്നു. സെൽ വോള് സെല്ലിന് ഒരു സ്ട്രെങ്തും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ്. കോശഭിത്തിക്കുള്ളിലായിട്ടാണ് കോശസ്തരം കാണപ്പെടുന്നത്. ചില പ്രൊക്കാരിയോട്ടിക് കോശങ്ങളിൽ മീസോസോമുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക ഘടനകൾ അടങ്ങിയിരിക്കുന്നു. ഇവ കോശശ്വസനത്തെ സഹായിക്കുന്ന കോശസ്തരത്തിന്റെ ഉൾമടക്കുകളാണ്. അതായത് സെൽ മെംബ്രെയിൻ ചില സ്ഥലത്ത് ഈ സെൽ വാളിനുള്ളിലെ സെൽ മെംബ്രെയിൻ ഇൻവാജിനേഷൻസ് ആയിട്ട്, സൈറ്റോപ്ലാസത്തിനുള്ളിലേക്കുള്ള ചില പ്രൊട്രൂഷൻസ് ആയിട്ട്, ട്യൂബ്യൂൾസ് ആയിട്ടും വെസിക്കിൾസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും, കുറച്ച് ഉൾമടക്കുകളായിട്ട് കാണപ്പെടും. ഓക്കെ, ഇതിനെയാണ് മീസോസോംസ് എന്ന് പറയുക. ഇവ സെല്ലിന്റെ റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ DNA റെപ്ലിക്കേഷനിൽ ഇവയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെൽ വാളിന്റെ ഫോർമേഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെൽ ഡിവിഷന് സമയത്ത് ഈ ഡോട്ടർ സെല്ലിലേക്ക് DNA മെറ്റീരിയൽസ് പാസ് ചെയ്യാനായിട്ട് ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. And also it increases the surface area of cell membrane. സെൽ മെംബ്രെയിന്റെ പ്രതല വിസ്തീർണം കൂട്ടാനായിട്ട് ഈ മീസോസോമുകൾ സഹായിക്കുന്നുണ്ട്. കോശ വളർച്ചയെ സഹായിക്കുന്ന സൈറ്റോപ്ലാസം പ്ലാസ്മ മെംബ്രെയിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നു. സൈറ്റോപ്ലാസം പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിലായിട്ട് കാണാനായിട്ട് സാധിക്കും.
കോശസ്തരത്തോട് ചേർന്ന സൈറ്റോപ്ലാസത്തിനുള്ളിൽ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രങ്ങളായ റൈബോസോമുകൾ നിലവിലുണ്ട്. ഇത് കോശത്തിനുള്ളിലെ ഏറ്റവും ചെറിയ ഘടകങ്ങളിൽ ഒന്നാണ്. ഏകദേശം 15 നാനോമീറ്റർ തൊട്ട് 20 നാനോമീറ്റർ വരെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരിക. ഓക്കെ, നാനോമീറ്റർ. ഓക്കെ, എനിവേ അപ്പൊ നോക്കുക, കോശസ്തരത്തോട് ചേർന്ന് സൈറ്റോപ്ലാസത്തിനുള്ളിൽ നമുക്ക് പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രങ്ങളായിട്ടുള്ള റൈബോസോമുകൾ, നമുക്കറിയാം റൈബോസോമുകൾ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രങ്ങളാണ്. ഇത് യുക്കാരിയോട്ടിക് സെല്ലിലാണ്, നമുക്കറിയാം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണുക. ന്യൂക്ലിയസിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലായിരിക്കും സൈറ്റോപ്ലാസത്തിൽ ഇത് കാണപ്പെടുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ പ്രൊകാരിയോട്ടിക് സെല്ലിൽ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സെൽ മെമ്പറൈനോട് ചേർന്നുള്ള ഭാഗങ്ങളിലായിരിക്കും റൈബോസോമുകൾ ധാരാളമായിട്ട് കാണപ്പെടുക. ഇതിൽ നാനോമീറ്റർ ആണോ മൈക്രോമീറ്റർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഞാൻ കമന്റിൽ ഇട്ട് വെച്ചേക്കാവേ. നോക്കാം, മെസോസോംസിന്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഹെൽപ്സ് ഇൻ റെസ്പിറേഷൻ, DNA replication, cell wall synthesis, increases surface area, guides duplicated chromosomes into daughter cells in cell division. അപ്പൊ നോക്കുക, ഇതാണ് സെൽ വോള്. സെൽ വോളിനുള്ളിലേക്ക് സെൽ മെംബ്രെയിൻ ഇങ്ങനെ ഇൻവാജിനേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അതിനുള്ളിൽ ട്യൂബ്യൂൾസും അതുപോലെ തന്നെ വെസിക്കിൾസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് മിസോസോമുകൾ എന്ന് പറയുന്നത്. റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, DNA റെപ്ലിക്കേഷനിൽ ഇവർക്ക് പങ്കുണ്ട്. അതുപോലെ തന്നെ സെൽ വോളിന്റെ ഫോർമേഷന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെൽ മെംബ്രെയിന്റെ സർഫസ് ഏരിയ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൽ ഡിവിഷന്റെ സമയത്ത് ഡോട്ടർ സെല്ലിനുള്ളിലേക്ക് ക്രോമസോംസിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടന്നിട്ടുണ്ടാവുമല്ലോ, ക്രോമസോംസിന്റെ കോപ്പികൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ സെൽ ഡിവിഷൻ സമയത്ത്. ആ കോപ്പി ചെയ്ത ക്രോമസോമുകളെ ഡോട്ടർ സെല്ലുകളിലേക്ക് ഗൈഡ് ചെയ്യുന്നതും മിസോസോമുകളാണ് എന്നാണ് പറയുന്നത്. പ്രൊകാരിയോട്ടുകളിൽ റൈബോസോംസ് കാണപ്പെടുന്നു നമ്മൾ പറഞ്ഞല്ലോ. സെൽ മെംബ്രെയിനോട് ചേർന്ന് സ്കാറ്റേഡ് ആയിട്ട് നമുക്ക് റൈബോസോമുകളെ കാണപ്പെടും. ഈ റൈബോസോമുകൾ 70S റൈബോസോമുകളാണ്. ഇവയ്ക്ക് 2 ഉപയൂണിറ്റുകളാണുള്ളത്, 50S 30S. നമുക്ക് റൈബോസോമിന്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട് സെല്ലാർ ഓർഗനിസം എന്നുള്ള ഭാഗത്ത്. ആ ഭാഗത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 70Sഉം 80Sഉം ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്ര ഓർത്തിരുന്നാൽ മതി. പ്രൊകാരിയോട്ടുകളിൽ 70S റൈബോസോംസ് ആണ്. 2 സബ് യൂണിറ്റുകൾ ചേർന്നാണ് 50S 30S. ഒരു ലാർജർ സബ് യൂണിറ്റും ഒരു സ്മോളർ സബ് യൂണിറ്റും ചേർന്നാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് അധ്യാപകരാകാൻ തയ്യാറാകുന്ന നിങ്ങളോട് ഇത് പ്രത്യേകിച്ച് ഒരുപാട് ഡീറ്റെയിൽ കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഇതെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്ലാസ്സുകളായിട്ട് എടുക്കുന്നത്. അപ്പൊ അത് അതിനെ ആ രീതിയിലൊന്ന് കണ്ടാൽ മതി കേട്ടോ. നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ചിലപ്പോൾ ധാരാളം റൈബോസോമുകൾ ഒരു mRNAയിൽ പറ്റിപ്പിടിച്ച് ഒരു മാല പോലെ കാണപ്പെടുന്നതിനെ പോളി റൈബോസോം അഥവാ പോളിസോം എന്ന് വിളിക്കുന്നു. ഇപ്പൊ പ്രൊകാരിയോട്ടുകളിൽ കൂടുതലായിട്ട് നമുക്ക് ഈ റൈബോസോമുകൾ ഒരു mRNAയിൽ ഇങ്ങനെ ഒന്നിലധികം റൈബോസോമുകൾ mRNAയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് യുക്കാരിയോട്ടുകളിലും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള സ്ട്രക്ചർ. അപ്പൊ പോളിസോം എന്നാണ് ഈ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്നത്. ഒരു mRNAയിൽ മാല പോലെ ഒരുപാട് റൈബോസോംസ് വന്ന് അറ്റാച്ച് ചെയ്തിട്ട് കാണപ്പെടുന്നതിനെയാണ് പോളി റൈബോസോം അഥവാ പോളിസോം എന്ന് വിളിക്കുന്നത്. മിക്ക പ്രൊകാരിയോട്ടുകളിലും ജനിതക DNA കൂടാതെ പ്ലാസ്മിഡുകൾ എന്ന് വിളിക്കുന്ന ചെറുതും വൃത്താകൃതിയിലുള്ളതുമായ DNA കഷ്ണങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതായത് മിക്ക പ്രൊകാരിയോട്ടുകളിലും നമ്മളുടെ ക്രോമസോമൽ DNA കൂടാണ്ട് അഡീഷണൽ ആയിട്ട് DNA ഫ്രാഗ്മെന്റ്സ്, സർക്കുലർ DNA ഫ്രാഗ്മെന്റ്സ് സൈറ്റോപ്ലാസത്തിൽ കാണാൻ സാധിക്കും. ഇവയാണ് നമ്മൾ പ്ലാസ്മിഡുകൾ എന്ന് വിളിക്കുന്നത്. പ്രൊകാരിയോട്ടുകളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന സ്ഥരാവരണമില്ലാത്ത ചില ഘടനകളാണ് ഇൻക്ലൂഷൻ ബോഡികൾ. നമുക്കറിയാം പ്രൊകാരിയോട്ടുകളുടെ ശരീരത്തിൽ സ്ഥരാവരണമില്ലാത്ത ഭാഗങ്ങളാണ് കാണപ്പെടുന്നതെന്ന് നമുക്കറിയാം. അതിൽ വരുന്ന ഒന്നാണ് ഇൻക്ലൂഷൻ ബോഡീസ്. ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന സംഭരിച്ച ആഹാരവസ്തുക്കളാണ് പ്രധാനമായിട്ടും. പിന്നെ ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്, ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്, സൈനോഫൈസിൻ ഗ്രാന്യൂൾസ് മുതലായവയാണ് ഈ ഇൻക്ലൂഷൻ ബോഡിയിൽ ഉൾപ്പെടുന്നത്. ഇതാണ് പോളിസോംസ് അഥവാ പോളിറൈബോസോം. കണ്ടില്ലേ, ഒരു mRNA, ആ mRNA ഉണ്ടോ, ഈ ഒരു mRNAയിൽ കുറെ റൈബോസോംസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് കാണപ്പെടും. ഇതിനെയാണ് എന്ത് പറയുക, പോളിസോം എന്ന് പറയുന്നത്. ചലനശേഷിയുള്ള ബാക്ടീരിയകളിൽ ഫ്ലജല്ല കാണപ്പെടുന്നു. കോശഭിത്തിയിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നാര് പോലുള്ള ഭാഗങ്ങളാണിവ. കോശ ഉപരിതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മറ്റു 2 ഘടനകളാണ് പിലിയും ഫിംബ്രിയയും. അപ്പോ ചലനശേഷിയുള്ള ബാക്ടീരിയകളിൽ ചലനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എന്ത്, ഫ്ലാജല്ല.
കോശഭിത്തിയിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നാര് പോലെയുള്ള ഭാഗങ്ങളാണ് ഫ്ലാജെല്ല എന്ന് പറയുന്നത്. അതിന് 3 ഭാഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഓരോ ഫ്ലാജെല്ലയ്ക്കും 3 ഭാഗങ്ങളുണ്ട്. ബേസൽ ബോഡി, ഹുക്ക്, ഫിലമെന്റ്, അങ്ങനെ 3 ഭാഗങ്ങൾ കാണപ്പെടും. കോശ ഉപരിതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മറ്റു 2 ഘടനകളാണ് പിലിയും ഫിംബ്രിയയും. ഫിംബ്രിയ എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്, ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് ഫിംബ്രിയ എന്ന് പറയുന്നത്. പിലിയും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള പ്രോട്ടീൻ ട്യൂബ്യൂൾസ് ആണ് പിലി എന്ന് പറയുന്നത്. അതും ഇങ്ങനെ സെൽ സർഫസിൽ നിന്ന് പ്രൊജക്ട് ചെയ്തിട്ടാണ് കാണുക. അത് കോൺജുഗേഷൻ നടക്കുന്ന സമയത്ത് പ്ലാസ്മിഡുകളുടെ കൈമാറ്റത്തിനും മറ്റും സഹായിക്കുന്ന സ്ട്രക്ചർ ആണ് പിലി എന്ന് പറയുന്നത്. പിലിക്ക് അറ്റാച്ച്മെന്റിനും അതുപോലെ തന്നെ മൂവ്മെന്റിനും പിലിക്ക് ചെറിയ റോൾ ഉണ്ടെന്നാണ് പറയുക. ഓക്കെ, പ്രൊക്കാരിയോട്ടിക് ജീവികളുടെ എക്സാമ്പിൾ ആണ് ബാക്ടീരിയയും ആർക്കിയയും. കിങ്ഡം മൊനീറയിലെ എല്ലാ അംഗങ്ങളും പ്രൊക്കാരിയോട്ടുകളാണ്. ഇതാണ് ബാക്ടീരിയൽ സെല്ലില് നോക്കിക്കേ, ഇത് ഫ്ലജെല്ല, പിന്നെ ഇതാണ് എന്ത് പിലി എന്ന് പറയുന്നത്, ഈ ഡാർക്ക് കളറിൽ കൊടുത്തേക്കുന്നത് പിലി. ഇത് ഫിംബ്രിയ എന്ന് പറയുന്ന ചെറിയ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്, അത് അറ്റാച്ച്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യുക്കാരിയോട്ടിക് സെല്ലിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. യുക്കാരിയോട്ടുകൾ എന്ന പദം ഗ്രീക്ക് പദമായ യു, അതായത് ട്രൂ അഥവാ നല്ലത് എന്നുള്ള അർത്ഥം, യഥാർത്ഥമായത് അല്ലെങ്കിൽ നല്ലത് എന്നുള്ള അർത്ഥം വരുന്ന യു, അതുപോലെ തന്നെ കാരിയോൺ, കേർണൽ അഥവാ നട്ട് എന്നർത്ഥം വരുന്ന കാരിയോൺ, ഈ 2 ടേംസിൽ നിന്നാണ് യു കാരിയോട്ടുകൾ എന്നുള്ള പദം ഉരുത്തിരിഞ്ഞത്. ഇത് നല്ലത് അല്ലെങ്കിൽ യഥാർത്ഥ ന്യൂക്ലിയസുകൾ എന്ന് അർത്ഥമാക്കുന്നു. യുക്കാരിയോട്ടുകൾ കൂടുതൽ സങ്കീർണവും പ്രൊക്കാരിയോട്ടുകളെക്കാൾ വളരെ വലുതുമാണ്. അപ്പൊ പ്രൊക്കാരിയോട്ടുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള അതുപോലെ ലാർജർ ആയിട്ടുള്ള സെൽസ് ആണ് യുക്കാരിയോട്ടിക് സെൽസ്. കിങ്ഡം മൊനീറ ഒഴികെയുള്ള മിക്കവാറും എല്ലാ പ്രധാന കിങ്ഡങ്ങളും അവയിൽ ഉൾപ്പെടുന്നു. കിങ്ഡം ഫഞ്ചൈ, പ്ലാന്റേ, അതുപോലെ അനിമാലിയ മുതലായവയെല്ലാം ഏതിലാ വരിക? യുക്കാരിയോട്ടിക്കിലാണ് വരിക. ഇതാണ് ഒരു യുക്കാരിയോട്ടിക് സെല്ല്. എല്ലാ യുക്കാരിയോട്ടിക് സെല്ലും ഒരു സെൽ മെംബ്രെയിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മെംബ്രെയിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ന്യൂക്ലിയസും, അതുപോലെ ന്യൂക്ലിയർ മെംബ്രെയിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ന്യൂക്ലിയസും, അതിനുള്ളിൽ ന്യൂക്ലിയോലസ് ഉള്ള ന്യൂക്ലിയസ് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മെംബ്രെയിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള അതർ സെൽ ഓർഗനൽസ്, മൈറ്റോകോൺട്രിയ, അതുപോലെ ലൈസോസോംസ്, വാക്യൂൾസ്, ഗോൾജി അപ്പാരറ്റസ്, അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മുതലായിട്ടുള്ള സെൽ ഓർഗനൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റൈബോസോംസ് സ്കാറ്റർ ചെയ്ത് കാണും, അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തും കാണും. അവയ്ക്ക് എന്തില്ല? സെൽ മെംബ്രെയിൻ ഇല്ല. അത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ഒരു യുക്കാരിയോട്ടിക് സെൽ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ യുക്കാരിയോട്ടിക് സെല്ലിന്റെ ഘടന നോക്കാം. ചില യുക്കാരിയോട്ടുകൾക്ക് ഒരു കോശഭിത്തി ഉണ്ട്, ചിലതിന് പ്ലാന്റ് സെല്ലിനൊക്കെ ഉണ്ടല്ലോ സെൽ വാൾ ഉണ്ട്. അത് പ്ലാസ്മ സ്തരത്തെ പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാ യുക്കാരിയോട്ടിക് സെല്ലുകളും കോശം പ്ലാസ്മ സ്തരത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് ചില പദാർത്ഥങ്ങളുടെ പ്രവേശനവും വിസർജനവും നിയന്ത്രിക്കുന്നത്. അതായത് സെൽ മെംബ്രെയിനാലാണ് എല്ലാ സെല്ലുകളും ബൗണ്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സെല്ലുകളെയും കവർ ചെയ്തുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സെല്ലിനുള്ളിലേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥങ്ങളുടെ സംവഹനത്തിനെ നിയന്ത്രിക്കുന്നു. ന്യൂക്ലിയസിൽ എല്ലാ ജനിതക വിവരങ്ങളും സൂക്ഷിക്കുന്നതിന് DNA അടങ്ങിയിരിക്കുന്നു. ന്യൂക്ലിയസിനുള്ളിലാണ് ജനിതക വിവരങ്ങൾ അടങ്ങിയ DNA കാണപ്പെടുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ന്യൂക്ലിയസിനുള്ളിൽ ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട്. യുക്കാരിയോട്ടിക് കോശങ്ങളിൽ മൈറ്റോകോൺട്രിയയും കാണപ്പെടുന്നു. അവ ഊർജം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ക്ലോറോപ്ലാസ്റ്റുകൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ കേന്ദ്രങ്ങളാണ്. സസ്യകോശങ്ങളിൽ മാത്രമാണ് ക്ലോറോപ്ലാസ്റ്റുകൾ കാണപ്പെടുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വസ്തുക്കളുടെ ഗതാഗതത്തിന് സഹായിക്കുന്നു. കൂടാതെ റൈബോസോമുകൾ, ലൈസോസോമുകൾ, ഗോൾഗി ബോഡി, സൈറ്റോപ്ലാസം, ക്രോമസോമുകൾ, വാക്യൂളുകൾ, സെൻട്രോസോമുകൾ എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മറ്റു കോശാംഗങ്ങളും കാണപ്പെടുന്നു. ഇതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെൽ ഓർഗനൽസ് എന്നുള്ള ഭാഗത്ത് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതിനെ ഓരോന്നിനും യുക്കാരിയോട്ടിക് സെല്ലിന്റെ സെൽ ഓർഗനൽസിനെ കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അന്നേരം നമുക്ക് ഓരോന്നിന്റെയും ഘടനയും ഫംഗ്ഷനും ഒക്കെ പ്രത്യേകതകളും ഒക്കെ നോക്കാം. പ്രോട്ടിസ്റ്റേകൾ, ഫംഗസുകൾ, സസ്യങ്ങൾ, ജന്തുക്കൾ ഇവയെല്ലാം യുക്കാരിയോട്ടുകളാണ്. ഇതാണ് ഒരു പ്രൊക്കാരിയോട്ടിക് സെല്ലും യുക്കാരിയോട്ടിക് സെല്ലും തമ്മിൽ കമ്പയർ ചെയ്ത് കൊടുത്തേക്കാണ്. പ്രൊക്കാരിയോട്ടിക് സെല്ലിൽ നോക്കിക്കേ, ഒരു ക്യാപ്സ്യൂൾ അഥവാ സ്ഥലത്തിൽ സ്ലൈം ലെയർ ആയിട്ടായിരിക്കും കാണുക. ഗ്ലൈക്കോകാലിക്സ് ലെയർ ആണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ദെൻ പിന്നെ എന്തുണ്ട്? ഒരു സെൽ വാൾ ഉണ്ട്. പിന്നെ അതിനുള്ളിലായിട്ട് സെൽ മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട്.
പിന്നെ സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസത്തിൽ സ്കാറ്റർ ചെയ്ത രീതിയിൽ റൈബോസോംസ് കാണപ്പെടുന്നുണ്ട്. ന്യൂക്ലിയോയിഡ് DNA കാണപ്പെടുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ് കാണപ്പെടുന്നുണ്ട്. അതിനെ പ്ലാസ്മിഡ് എന്ന് പറയുന്നുണ്ട്. മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഫ്ലജല്ല കാണപ്പെടുന്നു. അത് കൂടാണ്ട് പിലി എന്ന് പറയുന്ന എക്സ്ട്രാ പ്രൊജക്ഷൻസ് കാണപ്പെടുന്നുണ്ട്. കൂടാണ്ട് ഫിംബ്രിയ എന്ന് പറയുന്ന പ്രൊജക്ഷൻസ് കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ ഭാഗങ്ങൾ. യുക്കാരിയോട്ടിക് സെല്ലിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും സെല്ല് ഒരു മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിരിക്കുന്നു. അതിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ സൈറ്റോപ്ലാസം കമ്പാർട്ട്മെന്റൈസ് ചെയ്തിരിക്കുന്നു അല്ലെ, പലതരം കമ്പാർട്ട്മെന്റുകളായിട്ട്. ഓരോ സെൽ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസ് കാണപ്പെടുന്നത് കൊണ്ട് സൈറ്റോപ്ലാസത്തിനെ പല പല ചേംബറുകളായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നത്, ഡിവിഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്, കമ്പാർട്ട്മെന്റുകളായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നത്. മൈറ്റോകോൺട്രിയ കാണാൻ സാധിക്കും, പെറോക്സിസോംസ്, ലൈസോസോംസ്, അതുപോലെ തന്നെ നമുക്ക് ഗോൾജി അപ്പാരറ്റസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തുടങ്ങിയവയെല്ലാം കാണാൻ സാധിക്കും. എല്ലാത്തിനും ഉപരിയായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? ന്യൂക്ലിയസ് അല്ലെ. ന്യൂക്ലിയർ എൻവലപ്പും ന്യൂക്ലിയോലസും ഒക്കെ ചേരുന്ന ഒരു ട്രൂ ന്യൂക്ലിയസ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? യൂക്കാരിയോട്ടിക് സെല്ലിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് പ്രൊകാരിയോട്ടിക് സെല്ലും യൂക്കാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊരു ടേബിള് അനലൈസ് ചെയ്യാം. പ്രൊകാരിയോട്ടിക് യൂക്കാരിയോട്ടിക് കോശങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇവ തമ്മിൽ ചില സാമ്യങ്ങളുണ്ട് അല്ലെ. പ്രൊകാരിയോട്ടിക് സെല്ലിലും യൂക്കാരിയോട്ടിക് സെല്ലിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടാകും, സൈറ്റോപ്ലാസം ഉണ്ട്, അതുപോലെ തന്നെ റൈബോസോമുകളും ഇവയ്ക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇവ തമ്മിൽ കാണപ്പെടുന്നു. അപ്പൊ ആ വ്യത്യാസങ്ങളെ നമുക്കൊരു ടേബിൾ ആയിട്ട് പഠിക്കാം. നോക്കിക്കേ, പ്രൊകാരിയോട്ടുകളും യൂക്കാരിയോട്ടുകളും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. പ്രൊകാരിയോട്ടുകളുടെ സെല്ലിൽ ടൈപ്പ് എന്താണ്? യൂണിസെല്ലുലാർ ആണ് അല്ലെ. പ്രൊകാരിയോട്ടുകളെല്ലാം യൂണിസെല്ലുലർ ഓർഗാനിസംസ് ആണ്, ഏകകോശ ജീവികളാണ്. യുക്കാരിയോട്ടുകൾ ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും കാണപ്പെടുന്നു. യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും കാണപ്പെടുന്നുണ്ട്. സെല്ലിന്റെ വലുപ്പം നോക്കുകയാണെങ്കിൽ 0.2 മൈക്രോമീറ്റർ തൊട്ട് 2.0 മൈക്രോമീറ്റർ വരെ വ്യാസമുള്ളവയാണ് കാണപ്പെടുക. യുക്കാരിയോട്ടുകളിൽ 10 മൈക്രോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെ വ്യാസമുള്ളതാണ് യുക്കാരിയോട്ടുകൾ. കോശഭിത്തി സാധാരണയായി കാണപ്പെടുന്നുണ്ട് പ്രൊകാരിയോട്ടുകളിൽ. അതുപോലെ തന്നെ അത് കെമിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് സെൽ വാൾ എന്ന് പറയുന്നത്. പ്രൊകാരിയോട്ടിലെ സെൽ വാൾ കെമിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. യുക്കാരിയോട്ടുകളിൽ പൊതുവെ വളരെ ഇതായിട്ടാണ് കാണുക. കുറച്ച് ഗ്രൂപ്പുകളിൽ മാത്രമാണ് സെൽ വാൾ കാണപ്പെടുക. അത് ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ്? കെമിക്കലി സിമ്പിൾ ആയിട്ടുള്ള സെൽ വാൾ ആണ് കാണപ്പെടുക. ന്യൂക്ലിയസ് പ്രൊകാരിയോട്ടുകളിൽ ഇല്ല. പകരം കോശത്തിൽ ഒരു ന്യൂക്ലിയോയിഡ് മേഖലയുണ്ട്. യുക്കാരിയോട്ടുകളിൽ ന്യൂക്ലിയസ് ഉണ്ട്. റൈബോസോമുകൾ പ്രൊകാരിയോട്ടിലും യുക്കാരിയോട്ടിലും ഉണ്ട്. പ്രൊകാരിയോട്ടിലുള്ള റൈബോസോമുകൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമാണ്. യുക്കാരിയോട്ടുകളിൽ രേഖീയാകൃതിയിലും അതുപോലെ വലുതുമാണ്. DNA ക്രമീകരണം സർക്കുലർ ആണ് പ്രൊകാരിയോട്ടുകളിലെങ്കിൽ യുക്കാരിയോട്ടുകളിൽ അത് ലീനിയർ ആണ്. മൈറ്റോകോൺട്രിയ പ്രൊകാരിയോട്ടുകളിൽ കാണപ്പെടുന്നില്ല, യുക്കാരിയോട്ടുകളിൽ ഉണ്ട്. സൈറ്റോപ്ലാസം രണ്ടിലുമുണ്ട് അല്ലെ. പ്രൊകാരിയോട്ടിലും ഉണ്ട്, അതുപോലെ തന്നെ യുക്കാരിയോട്ടിലും ഉണ്ട്. പക്ഷേ പ്രൊകാരിയോട്ടില് സൈറ്റോപ്ലാസത്തില് നമുക്ക് അതർ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് കാണപ്പെടുന്നില്ല, കോശാവയവങ്ങളില്ല. യുക്കാരിയോട്ടില് കോശാവയവങ്ങൾ ഉണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നോക്കുകയാണെങ്കിൽ പ്രൊകാരിയോട്ടിൽ ഇല്ല, യുക്കാരിയോട്ടിലും ഉണ്ട്. പ്ലാസ്മിഡുകൾ എവിടെ കാണപ്പെടുന്നുണ്ട്? പ്രൊകാരിയോട്ടിൽ കാണപ്പെടുന്നുണ്ട്. യുക്കാരിയോട്ടിൽ അങ്ങനെ കാണാറില്ല, വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടാറൂ. റൈബോസോംസ് രണ്ടിലും ഉണ്ട് അല്ലെ. പ്രൊകാരിയോട്ടിലുള്ളത് ചെറുതാണ്, 70 years റൈബോസോം ആണ്. അതേസമയം യൂക്കാരിയോട്ടിലുള്ളത് വലുതാണ്, 8 years റൈബോസോം ആണ്. ലൈസോസോമുകളും സെൻട്രോസോമുകളും നോക്കുകയാണെങ്കിൽ പ്രൊകാരിയോട്ടിൽ കാണപ്പെടുന്നില്ല, യുക്കാരിയോട്ടിൽ ഉണ്ട്. കോശ വിഭജനം ബൈനറി ഫിഷൻ വഴിയാണ് പ്രൊകാരിയോട്ടിൽ നടക്കുന്നതെങ്കിൽ യുക്കാരിയോട്ടിൽ അത് മൈറ്റോസിസ് വഴിയാണ് നടക്കുന്നത്. ഫ്ലാജെല്ല പ്രൊകാരിയോട്ടിൽ ഉണ്ട്, അത് ചെറുതായിരിക്കും. യുക്കാരിയോട്ടിലെ സെല്ലിന്റെ സൈസ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലാജെല്ലത്തിനും വലിപ്പം കൂടുതലാണ്. പുനരുൽപാദനം അഥവാ പ്രത്യുൽപാദനം പ്രൊകാരിയോട്ടിൽ അസെക്ഷൽ ആണ്, ലൈംഗിക പ്രത്യുൽപാദനമാണെങ്കിൽ യുക്കാരിയോട്ടിൽ അത് ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനവും നടക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രൊകാരിയോട്ടിൽ വരുന്നതാണ് ബാക്ടീരിയയും ആർക്കിയും. അതായത് കിങ്ഡം മുനീറയിൽ വരുന്ന എല്ലാവരും പ്രൊകാരിയോട്ടുകളാണ്. ബാക്കി കിങ്ഡം ഫഞ്ചൈ, പ്ലാന്റേ, ആൽഗേ മുതലായത് വരുന്നത് ആരാണ്? യുക്കാരിയോട്ടുകളാണ്. ഓക്കെ, അപ്പൊ ഇത്തരം ഡിഫറൻസുകളാണ് പ്രൊകാരിയോട്ടിക് സെല്ലിലും യുക്കാരിയോട്ടിക് സെല്ലിലും പറയാനുള്ളത്.
നമുക്ക് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രൊക്കാരിയോട്ടിക് സെല്ലിന്റെ ഡിവിഷൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ സെല്ലിന് ഷേപ്പിനനുസരിച്ച് നമ്മൾ ബാക്ടീരിയകളെ ബാസിലസ് എന്നും വിബ്രിയോ എന്നും കോക്കസ് എന്നും സ്പൈറിലോ എന്നും തിരിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാവുന്നതാണ്. റോഡ് ഷേപ്പിലുള്ള ബാക്ടീരിയകളാണെങ്കിൽ നമ്മൾ അതിനെ ബാസിലസ് എന്ന് പറയും. സ്ഫെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അതിനെ കോക്കസ് എന്ന് പറയും. കോമ ഷേപ്പ് ആണെങ്കിൽ വിബ്രിയോ എന്ന് പറയും. അതുപോലെ തന്നെ സ്പൈറൽ ഷേപ്പ് ആണെങ്കിൽ സ്പൈറിലോ എന്ന് പറയും. അപ്പൊ അത് ജസ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊക്കാരിയോട്ടിക് സെൽ എന്നുള്ള രീതിയിൽ ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ നമ്മൾ സെൽ എൻവലപ്പ് പറഞ്ഞിരുന്നല്ലോ. പ്രൊക്കാരിയോട്ടിക് സെല്ലിൽ സെൽ എൻവലപ്പ് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു ടേമാണ് ഗ്രാം സ്റ്റെയിനിങ് എന്നുള്ളത്. ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അതില് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും ഈ ഗ്ലൈക്കോകാലിക്സിന്റെ തിക്നെസ്സിനനുസരിച്ചിട്ടാണ് കാണപ്പെടുക. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കാണെങ്കിൽ തിക്കായിട്ടുള്ള ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ, അതായത് ഗ്ലൈക്കോകാലിക്സ് തിക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ആദ്യം കൊടുക്കുന്ന പ്രൈമറി സ്റ്റെയിൻ ആയിട്ടുള്ള ക്രിസ്റ്റൽ വയലറ്റ് നല്ല തിക്കിൽ പിടിച്ചിരിക്കും. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ മോഡേൺ ആയിട്ടുള്ള അയഡിൻ വെച്ചിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. ദെൻ ഡീക്ലറൈസർ ആയിട്ടുള്ള അസറ്റോൺ അതുപോലെ തന്നെ എത്തനോൾ മുതലായവ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള സെഫ്രാനിൻ കൊടുക്കും. അപ്പൊ അത് നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ സെൽ എൻവലപ്പിന്റെ തിക്നെസ് കൂടുകയാണെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ആയിരിക്കും. പർപ്പിൾ കളറിലായിരിക്കും അവ കാണുക. അതായത് ക്രിസ്റ്റൽ വൈറ്റിൽ നല്ല തിക്കിൽ പിടിച്ചിരിക്കും, പിന്നെ അത് പോകില്ല. അതേസമയം തിന്നായിട്ടുള്ള ഒരു സെൽ എൻവലപ്പ് ആണെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റ് വേഗം വാഷ് ഔട്ട് ആയി പോകും. പിന്നീട് കൊടുക്കുന്ന സ്ട്രെയിൻ ആയിട്ടുള്ള സഫ്രാനിനായിരിക്കും അതിൽ പിടിച്ചിരിക്കുക. അപ്പൊ അതെന്തുകൊണ്ടാണ് അത് പിങ്ക് കളറിൽ കാണപ്പെടും. അപ്പൊ ഗ്രാം നെഗറ്റീവ് പിങ്ക് കളറിലും ഗ്രാം പോസിറ്റീവ് പർപ്പിൾ കളറിലും കാണപ്പെടുന്നു എന്ന് ഓർക്കുക. പർപ്പിൾ കളറിൽ കാണുന്നതിന് തിക്കായിട്ടുള്ള സെൽ എൻവലപ്പായിരിക്കും കാണുന്നതെന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രൊക്കാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് സെല്ലിന്റെ കമ്പാരിസണിൽ പറയാനുള്ളത്. യൂക്കാരിയോട്ടിക് സെല്ലിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് സെൽ ഓർഗനൽസ് എന്നുള്ള ഭാഗത്ത് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. See you in my next video. Bye.